ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ LDCയുടെ 2017 നടന്ന 079/2017 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇടുക്കി, ആലപ്പുഴ, കോഴിക്കോട് ജില്ലയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക മരം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മരം ഏതാണ്? ഓപ്ഷൻ എ മാവ്, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി പ്ലാവ്, ഓപ്ഷൻ ഡി പേര. ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി തെങ്ങാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ബി കാശ്മീർ, സി ചണ്ഡീഗഡ്, ഡി ഡൽഹി. ആൻസർ ഓപ്ഷൻ സി ചണ്ഡീഗഡ്. എന്നാൽ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ബാംഗ്ലൂർ. അതുകൂടി ഓർത്തു വെക്കുക. ഇതിന്റെ കൂടെ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡും, എന്നാൽ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂരുമാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പഞ്ചായത്ത്, ബി ഗ്രാമസഭ, സി വാർഡ് കമ്മിറ്റി, ഡി അയൽക്കൂട്ടം. ആൻസർ ഓപ്ഷൻ ബി ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1961. ആൻസർ ഓപ്ഷൻ ഡി 1961. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ അതിന്റെ പല രീതിയിലായിരിക്കും ആവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീധന നിരോധന നിയമം അല്ലെങ്കിൽ ഗാർഹിക പീഡന നിയമം അതൊക്കെ വന്ന വർഷങ്ങളായിട്ടും ചോദിച്ചിരിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് ഇതിന്റെ മുന്നുള്ള വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ 2017 ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ആസാം, ബി അരുണാചൽ പ്രദേശ്, സി മണിപ്പൂർ, ഡി ത്രിപുര. ആൻസർ ഓപ്ഷൻ എ ആസാം ആണ്. ഇതും പല തവണ PSC ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് എന്ന് ചോദിച്ചാൽ അത് ആസാമിന്റെ നൃത്തരൂപമാണ് ബിഹു. ഇനി ആറാമത്തെ, കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ്? ഓപ്ഷൻ എ വാഹന നികുതി, ബി തൊഴിൽ നികുതി, സി എക്സൈസ് ഡ്യൂട്ടി, ഡി വിൽപ്പന നികുതി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി വിൽപ്പന നികുതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ സർക്കാരിന്റെ, അതായത് ഇന്ത്യയുടെ വരുമാന മാർഗം ഏതാണെന്ന് പഠിച്ചിരുന്നു, ഏത് നികുതിയാണെന്ന് പഠിച്ചിരുന്നു. ഇത് കേരള സർക്കാരിന്റെ. രണ്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി? ഓപ്ഷൻ എ കാവേരി, ബി കൃഷ്ണ, സി താപ്തി, ഡി തുംഗഭദ്ര. ആൻസർ ഓപ്ഷൻ സി താപ്തിയാണ്. ഇനി എട്ടാമത്തെ ചോദ്യം, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഓപ്ഷൻ എ ചന്ദ്രഗുപ്തൻ, ഓപ്ഷൻ ബി ശിവജി, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി അശോകൻ. ആൻസർ ഓപ്ഷൻ ബി ശിവജിയാണ്. ഇതും മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട്, അതായത് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 078 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സെയിം ആയിട്ട് നിൽക്കുന്നതാണ്. അതിലും ശിവജിയെ കുറിച്ച് ചോദിച്ചിരുന്നു, ഇതിലും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഒരുപോലെ ലിങ്ക് ആയിട്ടുള്ളതാണ്. അതിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം എന്ന് പറയുന്നത്. മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അത് ഒന്നുകൂടി ട്രൈ ചെയ്തു നോക്കുക. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്ലാസ്സിന് ശേഷം വീണ്ടും OMR ഷീറ്റിൽ നിന്നോ എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതുവഴി ഇരുന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ രാമേശ്വർ ഓറർ,
ഓപ്ഷൻ ബി വിജയ് കോൽക്കർ, ഓപ്ഷൻ സി KC നിയോഗി, ഓപ്ഷൻ ഡി കൻവാർ സിംഗ്. ആൻസർ ഓപ്ഷൻ ഡി കൻവാർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇനി 10ാമത്തെ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2005, ബി 2006, സി 2004, ഡി 2007. ആൻസർ ഓപ്ഷൻ എ 2005 ആണ് ശരിയായ ആൻസർ. ഇനി 11, കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ പത്മ രാമചന്ദ്രൻ, ബി നിവേദിത പി ഹരൻ, സി നീള ഗംഗാധരൻ, ഡി എം ഫാത്തിമ ബീവി. ആൻസർ ഓപ്ഷൻ ബി ആണ് നിവേദിതയാണ് കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. ഇനി 12, ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓപ്ഷൻ എ ബൊക്കാറോ, ബി ബിലാൻ, സി റൂർക്കെല, ഡി ജംഷഡ്പൂർ. ആൻസർ ഓപ്ഷൻ സി റൂർക്കെലയാണ്. ഇത് ഓർത്തു വെക്കാൻ ഒരു പണിയുണ്ട്. ഈ 6 ഓർത്തു വെച്ചാൽ മതി. ജർമ്മനിയിലും 6ഉണ്ട്, അതേപോലെ റൂർക്കെലയിലും 6ഉണ്ട്. അപ്പൊ 2 R, ജർമ്മനി റൂർക്കെല ബന്ധിപ്പിച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വേർഡുകളാണിവ. ഇനി 13, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 2, 3, 4, 5. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി 5 ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്. ഇനി 14, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 2013, ബി 2014, സി 2012, ഡി 2011. ആൻസർ ഓപ്ഷൻ എ 2013 ആണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഗ്രാമം, ബി ജില്ല, സി ബ്ലോക്ക്, ഡി താലൂക്ക്. ആൻസർ ഓപ്ഷൻ ഡി താലൂക്കാണ് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. ഈ ക്വസ്റ്റ്യൻ കറന്റ് അഫയേഴ്സ് ആണ്, അതായത് അന്ന് ചോദിച്ച കറന്റ് അല്ലെങ്കിൽ GK വിഭാഗത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കറന്റ് ആണ് പഠിക്കേണ്ടത്. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ എ ഇന്ത്യ, ബി വെസ്റ്റ് ഇൻഡീസ്, സി ഓസ്ട്രേലിയ, ഡി ഇംഗ്ലണ്ട്. ആൻസർ ഓപ്ഷൻ ബി വെസ്റ്റ് ഇൻഡീസ് ആണ് 2016 2020 വേൾഡ് കപ്പ്. ഇന്ന് നിങ്ങൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോള്, ഇനി ചിലപ്പോൾ വേൾഡ് കപ്പ് ആയിരിക്കാൻ ചോദിക്കാൻ സാധ്യത. ഏത് വേൾഡ് കപ്പാണ് ഈ കൊറോണ ബാധിച്ച് മാറ്റിയതെന്നായിരിക്കും ചോദിക്കുക. വേൾഡ് കപ്പ് അല്ല, ഒളിമ്പിക്സ് ഏതാണ് മാറ്റിയതെന്നായിരിക്കും ചോദിക്കുക. അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടത് പഠിക്കുക. ഇത് ഇനി ചോദിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം 2016 നടന്നതായതുകൊണ്ട്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ദാസദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ ആനി ബസന്റ്, ബി വീരേശലിംഗം, സി പണ്ഡിത രമാബായ്, ഡി ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ സി പണ്ഡിത രമാബായി ആണ് സ്ഥാപിച്ചത്. 18, നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഓപ്ഷൻ എ വിവരാവകാശ നിയമം, ഓപ്ഷൻ ബി സൈബർ നിയമം, ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഓപ്ഷൻ ഡി സ്ത്രീ സംരക്ഷണ നിയമം. ആൻസർ ഓപ്ഷൻ എ വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. ഇനി 19, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? ജൂലൈ 31 1959, ഓപ്ഷൻ ബി ഏപ്രിൽ 5 1957, ഓപ്ഷൻ സി ജൂൺ 7 1957, ഓപ്ഷൻ ഡി മെയ് 7 1956. നമുക്കറിയാം 1957 വന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. 1957 വന്നു എന്നുള്ളത്. പക്ഷെ ആൻസർ നിങ്ങൾക്ക് ഏപ്രിലും ജൂണും കാണാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏപ്രിൽ 5 1957 എന്നാണ്. വർഷം പഠിക്കുന്നതിനോടുകൂടി തന്നെ നിങ്ങൾ മാസവും
ആ ദിവസവും പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഓപ്ഷൻ എ ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, എറണാകുളം. ബി ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. സി മുംബൈ, ബാംഗ്ലൂർ, തിരുവനന്തപുരം, ചെന്നൈ. ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 20ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇനി 21. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ജലാലുദ്ദീൻ ഖിൽജി. ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി. ഓപ്ഷൻ സി ഷേർഷാ. ഓപ്ഷൻ ഡി ഇൽതുമിഷ്. ആൻസർ ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇനി 22. ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ദാരിദ്ര്യം. ബി തൊഴിൽ. സി വിദ്യാഭ്യാസം. ഡി കൃഷി. ആൻസർ ഓപ്ഷൻ എ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദിര ആവാസ് യോജന. ഈ യോജനാസ് കുറെ ചോദിച്ചിട്ടുണ്ട്, പലതര യോജനകൾ. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് അധികവും ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി 23. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. ഓപ്ഷൻ എ മംഗളയാൻ. ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ്. ഓപ്ഷൻ സി ജൂണോ. ഓപ്ഷൻ ഡി മാവെ. ആൻസർ ഓപ്ഷൻ സി ജൂണോ ആണ് വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ അയച്ച ഉപഗ്രഹം, നാസ അയച്ച ഉപഗ്രഹം. ഇനി 24. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഓപ്ഷൻ എ ഷീല പട്നായിക്. ബി സുഷമ പട്നായിക്. സി ലളിത കുമാരമംഗലം. ഡി ജയന്തി പട്നായിക്. ആൻസർ ഓപ്ഷൻ ഡി ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഇനി 25. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഓപ്ഷൻ എ ഫ്രാൻസ്. ബി ബ്രിട്ടൻ. സി ജർമ്മനി. ഡി സ്പെയിൻ. ആൻസർ ഓപ്ഷൻ ബി ബ്രിട്ടൻ. 26. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ കെ എം പണിക്കർ. ഓപ്ഷൻ ബി ഫസൽ അലി. ഓപ്ഷൻ സി എച്ച് എൻ കുൻസ്രു. ഓപ്ഷൻ ഡി പൊറ്റി ശ്രീരാമലു. ആൻസർ ഓപ്ഷൻ ബി ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇനി 27. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുമായി ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഓപ്ഷൻ എ ബ്രിട്ടൻ. ഓപ്ഷൻ ബി കാനഡ. ഓപ്ഷൻ സി അമേരിക്ക. ഓപ്ഷൻ ഡി ക്യൂബ. ആൻസർ ഓപ്ഷൻ ബി കാനഡയാണ്. ഇനി 28. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര്? ഓപ്ഷൻ എ റാണി ലക്ഷ്മിബായ്. ഓപ്ഷൻ ബി നാനാ സാഹിബ്. ഓപ്ഷൻ സി താന്തിയ തോപ്പി. ഓപ്ഷൻ ഡി ബീഗം ഹസ്രത് മഹൽ. ആൻസർ ഓപ്ഷൻ ഡി ബീഗം ഹസ്രത് മഹലാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അന്ന് ആരായിരുന്നു, അല്ലെങ്കിൽ ഈ വിജയത്തിന് ശേഷം ഡൽഹിയിൽ ആരെയാണ് അവർ രാജാവാക്കി വാഴിച്ചത്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഓപ്ഷൻ എ 20. ഓപ്ഷൻ ബി 25. ഓപ്ഷൻ സി 30. ഓപ്ഷൻ ഡി 35. ആൻസർ ഓപ്ഷൻ ഡി 35 ആണ്. പ്രധാനമന്ത്രി അങ്ങനെ തുടങ്ങിയതൊക്കെ ആവാൻ 25 വയസ്സ് മതി. എന്നാൽ രാഷ്ട്രപതി, അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവരൊക്കെ ആവാൻ 35 വയസ്സ് തികഞ്ഞിരിക്കണം. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം? ഓപ്ഷൻ എ 1950. ഓപ്ഷൻ ബി 1973. ഓപ്ഷൻ സി 1947. ഓപ്ഷൻ ഡി 1951. ഇതിന്റെ ആൻസർ 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ഇവിടെ വോട്ടവകാശം ഉണ്ടായിരുന്നു എന്നോർത്തു വെച്ചാൽ മതി.
31. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഈ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ ഏറ്റവും എളുപ്പമാണ്. കാരണം നമ്മൾ പഠിച്ചു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാൻ നാസ അയച്ച ഉപഗ്രഹം ഏത്? അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻ ബി വ്യാഴമാണ് ശരിയായ ആൻസർ. ഇനി 32. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാര്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ, ബി ഗലീലിയോ ഗലീലി, സി മൈക്കൽ ഫാരഡെ, ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻസർ ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ ബലം കണ്ടുപിടിച്ചത്. 33. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? ഓപ്ഷൻ എ വയലറ്റ്, ബി പച്ച, സി നീല, ഡി ചുവപ്പ്. ആൻസർ ഓപ്ഷൻ ഡി ചുവപ്പാണ്. ഇനി 34. അലുമിനിയത്തിന്റെ അയിരേത്? ഒരു 10 അല്ലെങ്കിൽ 20 കൂടുതൽ ചോദിച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കും ഈ ചോദ്യം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ ഡി മാഗ്നൈറ്റ്, ഓപ്ഷൻ ഡി കുപ്രൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? അത് ഹേമറ്റൈറ്റ് ആണ്. ഞാൻ ഇരുമ്പിന്റെ അയിര് പറഞ്ഞിട്ടുണ്ട്, അലുമിനിയത്തിന്റെ അയിര് പറഞ്ഞിട്ടുണ്ട്. പല തവണ ചോദിച്ചതും ഈ രണ്ടും തന്നെയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയാൻ കാരണം. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി അയണോൺ. ആൻസർ ഓപ്ഷൻ സി ആണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിന്, പോസിറ്റീവ് ചാർജ് പ്രോട്ടോണിന്, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അത് ഓർത്തു വയ്ക്കുക. ഇനി 36. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ബി ഹൈഡ്രജൻ, സി സിലിക്കൺ, ഡി ഇരുമ്പ്. ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. 37. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഓപ്ഷൻ എ സ്ഥിതികോർജം, ബി വൈദ്യുതോർജം, സി താപോർജം, ഡി ഗതികോർജം. ആൻസർ ഓപ്ഷൻ ഡി ഗതികോർജമാണ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം. ഇത് മാത്രമല്ല പലതും ചോദിച്ചിട്ടുണ്ട്. ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളത്തിന്റെ ഊർജം ഏതാണ്? അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അധികവും നിങ്ങൾ പഠിക്കേണ്ടത് സയൻസുമായി ബന്ധപ്പെട്ട് റാങ്ക് ഫയലിന് പകരം 8, 9, 10 തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി 38. താപത്തിന്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ എ കെൽവിൻ, ഓപ്ഷൻ ബി ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി ജൂൾ, ഓപ്ഷൻ ഡി വാട്ട്. ആൻസർ ഓപ്ഷൻ സി ജൂൾ ആണ് താപത്തിന്റെ യൂണിറ്റ്. 39. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ എ ബാരോമീറ്റർ, ബി ഡെസിബൽ, സി തെർമോമീറ്റർ, ഡി ഹൈഡ്രോമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ഡെസിബൽ ആണ്. 40. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ഇതും ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി നൈലോൺ, ഓപ്ഷൻ സി ടെറിലിൻ, ഓപ്ഷൻ ഡി ബാക്കലൈറ്റ്. ആൻസർ 40 ഓപ്ഷൻ ഡി ബാക്കലൈറ്റ് ആണ്. ഈ 41 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി 42. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. 78/2017. അന്നത്തെ ഓപ്ഷൻ അല്ല ഇതിലുള്ളത് എന്നുള്ള ഒരൊറ്റ മാറ്റം മാത്രമേ ഉള്ളൂ. അതോ അല്ല ആൻസറും മാറിയിട്ടുണ്ട്. ഓപ്ഷൻ എ സ്കർവി, ബി റിക്കറ്റ്സ്, സി ബെറിബെറി, ഡി അനീമിയ. 42 ആൻസർ ഓപ്ഷൻ ബി റിക്കറ്റ്സ് ആണ്. അന്നത്തെ ആൻസർ കണയായിരുന്നു. കാരണം ഇതിലില്ല ആ ഓപ്ഷൻ, അതുകൊണ്ടാണ്. 43. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പാലോട്, ബി മാങ്കൊമ്പ്, സി പീച്ചി, ഡി നിലമ്പൂർ. ആൻസർ ഓപ്ഷൻ സി പീച്ചി ആണ്. തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. 44. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി പ്രോട്ടോസോവ, ഓപ്ഷൻ ഡി ബാക്ടീരിയ. ആൻസർ ഓപ്ഷൻ ഡി ബാക്ടീരിയ ആണ്. 45. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? 1961, 1973, 1976, 1964.
ആൻസർ ഓപ്ഷൻ എ 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. ഇനി 46. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? ഓപ്ഷൻ എ മീഥൈൽ ഐസോസയനൈറ്റ്, ഓപ്ഷൻ ബി മീഥൈൽ മെർക്കുറി, ഓപ്ഷൻ സി കാർബൺ ടെട്രാക്ലോറൈഡ്, ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ. ആൻസർ ഓപ്ഷൻ ബി ആണ്. മീഥൈൻ മെർക്കുറിയ എന്ന രാസവസ്തുവായിരുന്നു മീനമാത ദുരന്തത്തിന് കാരണമായത്. ഇനി 47. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആന്തോളജി, ഓപ്ഷൻ ബി മൈക്കോളജി, ഓപ്ഷൻ സി ഫൈക്കോളജി, ഓപ്ഷൻ ഡി ഡെൻട്രോളജി. ആൻസർ ഓപ്ഷൻ സി ഫൈക്കോളജിയാണ്. 48. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ രവീന്ദ്രനാഥ്, ഓപ്ഷൻ ബി മേഴ്സിക്കുട്ടിയമ്മ, സി കെ എം മാണി, ഡി കെ കെ ശൈലജ. ആൻസർ ഓപ്ഷൻ ഡി കെ കെ ശൈലജ. ഇത് ചിലപ്പോൾ ഇപ്പോഴും ചോദിക്കാം, കാരണം ഇപ്പോഴും മാറിയിട്ടില്ല. ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട പേര് കൂടിയാണ് ഇത്, അതുകൊണ്ട് അതും പഠിച്ചു വെക്കുക. 49. ഇന്ത്യയിലെ ആദ്യത്തെ ഈക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണിത്? ഓപ്ഷൻ എ തെന്മല, ഓപ്ഷൻ ബി ഇരവികുളം, ഓപ്ഷൻ സി പറമ്പിക്കുളം, ഓപ്ഷൻ ഡി നെയ്യാർ. ആൻസർ ഓപ്ഷൻ എ തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇക്കോ ടൂറിസം പദ്ധതി ആദ്യം വന്നത് ഇന്ത്യയിൽ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ 50. അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ച വർഷം എത്ര? വർഷം ഏത്? ഓപ്ഷൻ എ 2014, ബി 2016, സി 2015, ഡി 2012. ആൻസർ ഓപ്ഷൻ ബി 2016. പയറിൽ ഒരു 6 ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 79/2017 GK വിഭാഗത്തിലും സയൻസ് തുടങ്ങിയ വിഭാഗത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.